അതെ, പെട്ടെന്ന് നമുക്കൊരു ലഞ്ച് ബോക്സ് റെസിപ്പി നോക്കിയാലോ? വേറൊന്നുമല്ല, നമ്മുടെ സ്വന്തം കോവയ്ക്ക ഫ്രൈ ആണ്. ഇത്ര എളുപ്പത്തിൽ കോവയ്ക്ക ഫ്രൈ ആരും വെച്ചിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെസിപ്പിയിലേക്ക് കിടക്കാം. നമുക്ക് ആവശ്യത്തിന് കോവയ്ക്ക ഞാൻ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സവാള എടുക്കുന്നില്ല, നല്ല രുചിയാണ് കൊച്ചുള്ളി ഇടുമ്പോൾ. അപ്പോൾ ഞാൻ കൊച്ചുള്ളി അരിഞ്ഞിട്ടില്ല, ഞാൻ ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓണാക്കി ഒരു പാൻ വെക്കാം. ഇതിലേക്ക് ആവശ്യത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് കുറച്ച് കടുക്. ഇനി നമുക്ക് ഒരു 3 വറ്റൽമുളകേ ഞാൻ എടുക്കുന്നുള്ളൂ, അത് നമുക്ക് പിച്ചിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ആ ചതച്ച് വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയില്ലേ, അതുകൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനിയാണ് നമ്മൾ പൊടി ഐറ്റംസ് ഒക്കെ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് സോട്ട് ചെയ്തു. ഇനി നമുക്ക് എരിവിനാവശ്യമുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ചേർക്കാം. ഈ ഒരു 2 ഐറ്റംസ് മാത്രമേ ഉള്ളൂ കേട്ടോ. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുറച്ച് മുളക് പൊടി ഇട്ടാൽ മതി, കാശ്മീരി ചില്ലി ഇട്ടാൽ മതിയാവും. ഇത് ഞാൻ എരിവുള്ള മുളക് പൊടി കേട്ടോ, ഒരു 1.5 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഒരു 1 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇടുന്നുണ്ട്. നല്ലതായിട്ട് ആ ഒരു പച്ചമണം മാറുന്നിടം വരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കിന് അരിഞ്ഞു വെച്ചേക്കുന്ന കോവയ്ക്ക് നമുക്കിതിലേക്കൊന്ന് തട്ടി കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഷോർട്ട് വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ എല്ലാ പ്രോസസ്സും കാണിക്കാത്തത്. ഇളക്കി നല്ല വേവിച്ചെടുക്കുക. അടച്ചു വെച്ച് തന്നെ വേവിക്കണം, സിമ്മിലിട്ട് വേവിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ദേ നോക്കിക്കേ, നമ്മുടെ കോവയ്ക്കയുടെ കളറൊക്കെ മാറി വരുന്നുണ്ടോ? നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു കറിയും കുറച്ച് തൈരും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വേറൊരു റെസിപ്പിയിൽ വീണ്ടും കാണാം. ബൈ.